വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. ആരും അനങ്ങി പോകരുത്. കൈകൾ മേലോട്ടുയർത്ത് താക്കോലിടെ വേഗം. ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. Now you all are under. തോക്ക് താഴെയിടൂ. Hey, you. എന്റെ അമ്മ. മോട്ടുമാമനും പത്തിലിമാമനും വന്നു. മോട്ടു നീ എന്തായി ചെയ്യുന്ന വിടൂ പ്ലീസ്. മോട്ടു എന്തായി ചെയ്യുന്ന വിട്ടേക്ക പ്ലീസ്. വിട്ടേക്ക. സോറി, ഞാനൊരു സ്വപ്നം കണ്ടതാ. കുറെ ഗുണ്ടകളുമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് തല്ലുകൂടുന്നത് പോലെ. ഇന്ന് മാർഷൽ ആർട്സിന്റെ ചാമ്പ്യൻഷിപ്പ് ആണ്. നിനക്ക് അടിക്കണമെങ്കിൽ അവിടെ പോയി അടിക്ക്. അല്ലാതെ എന്തിനാ എന്റെ മോന്തയുടെ ഷേപ്പ് മാറ്റുന്നേ? അതെ മോട്ടുപട്ലു, നിങ്ങളെന്താ അത്ര വൈകിയത്? ഫൈറ്റ് ഇപ്പൊ തുടങ്ങാറായി. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ടൈഗർ ചാൻ ലോകമെമ്പാടും സഞ്ചരിച്ച് മറ്റുള്ളവരോട് തന്നെ മാർഷൽ ആർട്ടിൽ തോൽപ്പിക്കാൻ ചാലഞ്ച് ചെയ്യുകയാണ്. ഇന്നുവരെ ആരും അദ്ദേഹത്തെ തോൽപ്പിച്ചിട്ടില്ല. ഇപ്പോൾ ടൈഗർ ചാൻ ഫുർഫുറി നഗറിൽ ചാലഞ്ചുമായി എത്തിയിരിക്കുകയാണ്. ഈ ചാലഞ്ചുമായി വരികയാണ് ഫുർഫുറി നഗറിന്റെ ബോക്സർ. നമുക്ക് വരവേൽക്കാം ടൈഗർ ചാൻ.
ഞാനല്ല പറയുന്നത്, ജനങ്ങളാണ് പറയുന്നത്. ഒരു ടൈഗറിനെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ പറ്റിയിരിക്കും, പക്ഷെ ടൈഗർ ചാനിനെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നത് അസംഭവ്യമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ, ഞാനല്ല പറയുന്നതെന്ന്. ജനങ്ങളാണ് പറയുന്നത്. ടൈഗറിനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റിയേക്കാം, പക്ഷെ ടൈഗർ ചാനിനെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നത് അസംഭവ്യമാണ്. അസംഭവ്യം. ആർക്കെങ്കിലും എന്നോട് ഏറ്റുമുട്ടാനുള്ള ധൈര്യമുണ്ടോ? ഈ ഫുർഫുറി നഗറിൽ ചങ്കുറ്റുള്ളവന്മാർ ആരെങ്കിലും ഉണ്ടോടാ? ഇല്ലെങ്കിൽ എല്ലാരും ഒരുമിച്ച് വിളിക്ക്, ടൈഗർ 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 ടൈഗർ. പൊളിച്ചെടുത്തല്ല. ടൈഗർ 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 ഇനിയും ഉറക്കെ, ഇനിയും ഉറക്കെ. എനിക്ക് കേൾക്കുന്നേയില്ല. ഇനിയും ഉറക്കെ. ഈ ഫുൾഫുറി നഗറിൽ ഒരു ധൈര്യശാലി പോലും ഇല്ലേ? എല്ലാം പേടിത്തൊണ്ടന്മാരാണോ? അതുകൊണ്ട് ഞാനിനി ഇവിടുന്ന് പോകുന്നത് വരെ എല്ലാവരും താഴത്തോട്ട് നോക്കി നിൽക്കണം. അതായത് തല കുനിച്ചു നിൽക്കണം. ഇനി അഥവാ ആരെങ്കിലും തല ഉയർത്തിയാൽ, എന്നെ നോക്കിയാൽ, അവരെന്നോട് ഏറ്റുമുട്ടേണ്ടി വരും. ഞങ്ങളുടെ ഈ ഫുർഫുറി നഗരെ കുറിച്ചും ഇവിടത്തെ ജനങ്ങളെ കുറിച്ചും ഇത്രയധികം അപമാനിക്കാൻ നിനക്ക് ആരധികാരം തന്നെ? മോട്ടു പത്ലു, നീ ഒന്ന് നിർത്ത്. ഇവൻ അധികം താമസിക്കാതെ മനസ്സിലാകും. ഈ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ, എംപോസിബിൾ. ടൈഗർ ചാൻ, ഈ ഫുർഫുറെ നഗരത്തിലെ ജനങ്ങളെ അപമാനിക്കാൻ ഞാൻ അനുവദിക്കില്ല. നിനക്ക് ഫുർഫുറെ നഗരത്തിന്റെ ശക്തി എന്താണെന്ന് കാണണമല്ലേ? നിനക്ക് ഞാനെന്ന് കാണിച്ചു തരാം. എന്റെ ചിങ്കം സാറേ, അങ്ങനെയൊന്നും പറയരുത്. നോ 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 പത്ലു, നീ എന്നെ തടയരുത്. ഇന്ന് ഈ ചാനിനെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. ഈ ഫുർഫുറെ നഗരത്തിൽ ധൈര്യശാലികൾക്ക് ഒട്ടും കുറവില്ലാന്ന്. ടൈഗർ ചാൻ, ഫുർഫുറെ നഗരത്തിലെ സിംഹത്തിനെ നിനക്ക് കാണണമെന്നുണ്ടോ? എന്നാ കണ്ടോ, ഇതാണ് ഗർജിക്കുന്ന സിംഹം. പൊളിച്ചെടുത്തല്ലോ. ഈ ചിങ്കം സാർ ഇപ്പൊ എന്ത് പണിയാ കാണിച്ചത്? സ്വയം രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ മോട്ടു പത്ലുവിനെ ഇയാൾ കൊടുക്കാൻ നോക്കാണ്. കമോൺ മോട്ടു, ഇവന് കാണിച്ചു കൊടുക്കണം ഫുർഫുറെ നഗരത്തിൽ ശക്തന്മാർക്ക് ഒരു കുറവുമില്ലാന്ന്. എല്ലാരും ചേർന്ന് എന്നോടൊപ്പം പ്രോത്സാഹിപ്പിക്കണം. മോട്ടു 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 മോട്ടു. മോട്ടോ, നിനക്ക് അവനെ തോൽപ്പിക്കാൻ പറ്റില്ല. നിനക്ക് മാർഷൽ ആർട്സിനെ കുറിച്ച് വല്ല പിടിയൊന്നും ഇല്ലല്ലോ. പത്ലു, ഫുർഫുറി നഗരത്തിന്റെ അഭിമാനത്തിന് വേണ്ടി ആരെങ്കിലും ഫൈറ്റ് ചെയ്യണ്ടേ? ഈ ദേശത്തിന്റെ അഭിമാനം അടിയറ വെച്ച് എന്നെ കൊണ്ട് മിണ്ടാതിരിക്കാൻ പറ്റില്ല. മോട്ടു, ഒരു കാര്യം നീ മനസ്സിലാക്ക്. നീ ഫൈറ്റർ അല്ല. ടൈഗർ ചാനിനെ നേരിടാൻ നിന്നെ കൊണ്ടാവില്ല. ഫുർഫുറി നഗരത്തിന്റെ അഭിമാനത്തിന് വേണ്ടി ഞാൻ ടൈഗറിനെ അല്ല, ഡൈനോസറിനെ വരെ തോൽപ്പിക്കുന്നതായിരിക്കും.
മോട്ടു മതിയാക്ക. എന്റെ മോട്ടോ ഒന്ന് മതിയാക്ക്. ഇപ്പൊ തന്നെ കൊറേ വാങ്ങിക്കൂട്ടി, ഇനിയും വാങ്ങിക്കാൻ പോവാ. ഇല്ല, ഞാൻ തോൽക്കില്ല. ഫുർഫുറി നഗരത്തിന്റെ അഭിമാനത്തിന് വേണ്ടി ഞാൻ എന്റെ അവസാന ശ്വാസം വരെ പോരാടും. ഫുർഫുറി നഗർവാസികളെ, ഓർമ്മയിരിക്കട്ടെ, ഞാനല്ല പറയുന്നത്, ജനങ്ങളാണ് പറയുന്നത്. ടൈഗറുമായി യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റിയേക്കാം, പക്ഷെ ടൈഗർ ചാനിനെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നത് അസംഭവ്യമാണ്. ടൈഗർ ചാൻ, ടൈഗർ ചാൻ, ഞാനിപ്പോ ഈ ഫൈറ്റ് നിർത്തിയത് നിന്നെ പേടിച്ചിട്ടോ അല്ല നിന്നെ തോൽപ്പിക്കാൻ പറ്റാഞ്ഞിട്ടോ അല്ല. ഞാൻ നിർത്തിയതിന്റെ കാരണം എനിക്ക് മാർഷൽ ആർട്സ് അറിയാത്തത് കൊണ്ടാണ്. പക്ഷെ ഇന്ന് ഇവരുടെ എല്ലാം മുൻപിൽ വെച്ച് ഞാൻ നിന്നെ ചാലഞ്ച് ചെയ്യുന്നു. ഞാൻ മാർഷൽ ആർട്സ് പഠിച്ചിട്ട് ഒരു ദിവസം നിന്നെ നിന്റെ ഗ്രാമത്തിൽ വന്ന് ഞാൻ തോൽപ്പിക്കും. ഓക്കേ? ഞാൻ ഈ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കാം. പക്ഷെ ഒരു കാര്യം ഓർമ്മയിരിക്കട്ടെ, ടൈഗറിനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റിയേക്കാം, പക്ഷെ ടൈഗർ ചാനിനെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നത് അസംഭവ്യമാണ്. ടൈഗർ ചാൻ, ടൈഗർ ചാൻ, നീ എന്നെ ഒരുപാട് ഇടിച്ചു. ഞാനോ നിന്നെ 1-2 ഇടിയേ ഇടിച്ചുള്ളൂ. പക്ഷേ അത് 1-1.5 ഇടിയായിരുന്നില്ലേ? നിന്റെ കണ്ണ് നോക്ക്, നോക്ക് എത്ര സുന്ദരമായിട്ടുണ്ടെന്ന്. എന്റെ മോട്ടു, നീ എന്തിനാ അവനോട് ചാലഞ്ച് ചെയ്യാൻ പോയേ? നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ അവനെ നിനക്ക് തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത്. മോട്ടു, നിനക്ക് ആരെയും തോൽപ്പിക്കാൻ സാധിക്കും. അഭിനന്ദനങ്ങൾ മോട്ടു. നീ ഫൈറ്റിൽ ഒരുപക്ഷെ തോറ്റിരിക്കാം, പക്ഷെ ജനങ്ങളുടെ മനസ്സ് നീ കീഴടക്കി. എല്ലാവരും നിന്നെ അഭിനന്ദിക്കുകയാണ്. നീ ശരിക്കും ഒരു ധൈര്യശാലി തന്നെ. മോട്ടു, ഞാൻ നിന്നിൽ കാണുന്ന ആ ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ടല്ലോ, അത് നിന്നെ ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കും. നീ നല്ല ഫൈറ്ററായി തീരും. നിനക്ക് ടൈഗർ ചാനിനെയും കീഴ്പ്പെടുത്താനാകും, ഉറപ്പായും. സർ, നിങ്ങൾ എനിക്ക് മാർഷൽ ആർട്സ് പഠിപ്പിച്ചു തരുമോ? ടൈഗർ ചാനിനെ നീ നേരിട്ട് തോൽപ്പിക്കണമെങ്കിൽ നിനക്കും അതുപോലത്തെ മാർഷൽ ആർട്സ് പഠിക്കേണ്ടിയിരിക്കുന്നു. ടൈഗർ ചാനിനെ പഠിപ്പിച്ച ഗുരുവിന്റെ കീഴിൽ. ആ ഗുരുവിന്റെ പേരാണ് മാസ്റ്റർ ഹിം നരേഷ്. ഈയിടെയായിട്ട് അദ്ദേഹം ആരെയും പഠിപ്പിക്കുന്നില്ല. പക്ഷേ നിനക്കയാളെ സമ്മതിക്കാൻ പറ്റുന്ന പക്ഷം നിനക്ക് ടൈഗർ ചാനിനെ നിഷ്പ്രയാസം തോൽപ്പിക്കാൻ സാധിക്കും. അദ്ദേഹം എവിടെ താമസിക്കുന്നേ? വേഗം അദ്ദേഹത്തെ കണ്ടെത്തി മോട്ടുവിനെ മാർഷൽ ആർട്സ് പഠിപ്പിക്കാനുള്ള അനുവാദം വാങ്ങണം. യെസ്, വേഗം പറയൂ, ആ മാസ്റ്റർ ഹിംനരേഷ് എവിടെയാണ്? ഞങ്ങൾക്കും മോട്ടിനോടൊപ്പം അദ്ദേഹത്തിനെ കാണാൻ പോണം. മാസ്റ്റർ ഹിം നരേഷിന്റെ സ്കൂൾ ഹിമാലയ പർവ്വതത്തിന് മുകളിൽ ഹിമഗ്രാമത്തിലാണ്.
മാർഷൽ ആർട്സ് പഠിച്ചതിനു ശേഷം ടൈഗർ ചാനുമായി ഏറ്റുമുട്ടാൻ ഒരുപാടൊന്നും ദൂരം പോകേണ്ടി വരില്ല. അവന്റെ ഗ്രാമമായ കാലഗ്രാമവും ഹിമഗ്രാമത്തിന് അധികം ദൂരെയൊന്നുമല്ല. എന്നാ പിന്നെ പത്തലു ഹിമഗ്രാമത്തിലേക്ക് പോവാൻ തയ്യാറായിക്കൊള്ളൂ. നോക്ക്, അവിടെയാണ് ഹിമഗ്രാമം. അവിടെ കാറും ബസ്സും ഒന്നും പോവില്ല, നടന്നു വേണം പോവാൻ. ചൂടുള്ള കപ്പലുണ്ട് സാറേ, വാങ്ങി സാറേ. സാറേ സാറേ വാങ്ങി സാറേ. ചൂടുള്ള കപ്പലുണ്ട്. സ്വാദുണ്ടായിരിക്കും. കിലോ ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾക്കൊന്നും വേണ്ട. ദയവ് ചെയ്ത് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. ഇത്ര മാത്രം പറഞ്ഞാൽ മതി. മാസ്റ്റർ ഹിംനരേഷിന്റെ സ്കൂൾ മുകളിലല്ലേ? അതെ, അത് ആ മുകളിൽ തന്നെയാണ്. കോച്ച് സിംബ പറഞ്ഞത് മാസ്റ്റർ ഹിംനരേഷിന്റെ ഗ്രാമത്തിനടുത്തുള്ള രണ്ടാമത്തെ മലമുകളിലാണ് ടൈഗർ ചാങ്ങിന്റെ ഗ്രാമം എന്നല്ലേ? അപ്പൊ അതായിരിക്കും ടൈഗർ ചാങ്ങിന്റെ ഗ്രാമം അല്ലേ? അത് ഡിങ് ബാങ്ങിന്റെ കാലഗ്രാമമാണ്. ടൈഗർ ചാങ് അയാൾക്ക് വേണ്ടി ജോലി ചെയ്യുകയാണ്. ഈ ടിങ് ബാങ് ആരാ? ശാന്തരാവൂ, മാസ്റ്റർ ഡിങ് ബാങ് വന്നോണ്ടിരിക്കുവാണ്. സുഖമാണോ ടൈഗർ ചാൻ? പിന്നെ എങ്ങനെയുണ്ടായിരുന്നു നിന്റെ ലോകം മുഴുവൻ കീഴടക്കാനുള്ള യാത്ര? മാസ്റ്റർ ഡിങ് ബാങ്, എന്റെ യാത്ര വളരെ നല്ലതായിരുന്നു. ആർക്കും എന്നെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല ഇതുവരെ. നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ശരിയാണെന്ന് ഞാൻ തെളിയിച്ചു. എന്താന്ന് വെച്ചാൽ ടൈഗറിനെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ പറ്റിയേക്കാം, പക്ഷേ ടൈഗർ ചാനിനെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നത് അസംഭവ്യമാണ്. നല്ല കാര്യം, വളരെ നല്ല കാര്യം. നീ ലോകം മുഴുവനും ഈ സ്കൂളിന്റെ പേര് പ്രസിദ്ധമാക്കിയിരിക്കുന്നു. ഇനി എത്ര ദൂരത്തുള്ളവരാണെങ്കിലും മാർഷൽ ആർട്സ് പഠിക്കാൻ ഇവിടെ വരും. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോഴും നിന്നിൽ അതേ ശക്തിയും ധൈര്യവും ബാക്കിയുണ്ടോന്ന് നമുക്ക് നോക്കാം. നിനക്കിപ്പൊ എത്ര മിടുക്കുണ്ടെന്ന് നീ ഇപ്പൊ തെളിയിച്ച് കാണിക്ക്. തുടങ്ങിക്കോ.
പേടിക്കണ്ട, ഇത് പിടിക്കേ. കണ്ടില്ലേ മാസ്റ്റർ, ഇനി 10 പേരും കൂടി ബാക്കിയുള്ളൂ. ഇപ്പൊ ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്റെ ശക്തി എന്താണെന്നുള്ളത്. എല്ലാ സ്റ്റുഡൻസ് എണീറ്റ് നിൽക്ക്. ടൈഗർ ജാങ്, നീ ഇനിയും കുറെ പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സുഹൃത്തെ, ഹിംനരേഷിന്റെ വീട് ഇവിടെ എവിടെയാ? അവിടെയാണ്. പറഞ്ഞ പണിയൊന്നും നീ ഒന്നും ശരിക്ക് ചെയ്തിട്ടില്ല. നോക്ക്, എല്ലായിടവും ചെളിയും പിടിച്ച് കിടക്കും. എന്താ പോയി ചെയ്തു വെച്ചേക്കുന്നത്? ചെയ്യുവാണെ മര്യാദയ്ക്ക്, അല്ലേ ചെയ്യാതിരിക്കും. അതിനിപ്പോ എന്തോ ഇംഗ്ലീഷ് പറയുന്നേ? ഡോണ്ട് ചെയ്യൽ, ഡോണ്ട് ചെയ്യൽ. പെട്ടെന്ന് പോയി മര്യാദയ്ക്ക് ജോലിയിലേ ചെയ്യടാ. ഓടിക്കോ ഇവിടുന്ന്. എക്സ്ക്യൂസ് മീ. ഒന്ന് നിൽക്കും. ആരാണ്, എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, ആർക്ക് വേണ്ടി വന്നു? അതിനിപ്പോ എന്താ ഇംഗ്ലീഷ് പറയുന്നേ? വായിക്കാം, വായിക്കാം. ഞങ്ങൾ മാസ്റ്റർ ഹിം നരേഷിനെ കാണാൻ വേണ്ടി വന്നതാ. ഇതാണ് മോട്ടു. ഇവന് അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് മാർഷൽ ആർട്സ് പഠിക്കാനാ. എന്തിനു പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം, ആര് പഠിപ്പിക്കണം? മാസ്റ്റർ ഹിം നരേഷ് ഇപ്പൊ ആരെയും കാണാറില്ല. ഇപ്പൊ മാർഷൽ ആർട്സ് പഠിപ്പിക്കാറുമില്ല. പുറത്തു പോ, ഇപ്പം ഈ സമയം പുറത്തു പോ. പോവാൻ, എടാ പോവാൻ. ഇവിടെ താൻ ആരോടോ ഞങ്ങളോടൊക്കെ തിരിച്ചു പോവാൻ പറയാൻ? ഞങ്ങൾക്ക് മാസ്റ്റർ ഹിം നരേഷുമായിട്ട് സംസാരിച്ചേ പറ്റും. ഞാൻ ആരാണെന്നോ? എന്റെ പേരാണ് മിക്രി, അതായത് ഞാനാണ് ഹിമാലയത്തിന്റെ രാജാവ്. ഞാൻ അറിയാതെ ഇവിടെ ഒരു ഇല പോലും അനങ്ങാൻ പോകുന്നില്ല. ഓ, അതിനിപ്പോ എന്താ ഇംഗ്ലീഷ് പറയുന്നേ? ഇലകൾ ഡോണ്ട് മൂവ്, ഇലകൾ ഡോണ്ട് മൂവ്. യോ, ഇനി എന്ത് ചെയ്യും? ശരി, വല്ലതും കഴിക്കാനുള്ള വഴി നോക്കാം. നിനക്ക് തീറ്റയുടെ കാര്യം മാത്രമല്ലോ. ആദ്യം വന്ന കാര്യം എങ്ങനെയെങ്കിലും ശരിയാക്കാൻ നോക്കാം. ഓഹോ, നല്ല മണം. ഭയങ്കര വിശപ്പ്. പൊളിച്ചെടുത്തല്ലോ. ഇവൻ പോയി ബാക്കിയുള്ള ആൾക്കാരെയും മാസ്റ്ററിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരും. നമുക്ക് അപ്പോഴേക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. ഓടിക്കാം. നമ്മൾ ഓടാൻ വന്നതല്ല,
ഇവിടെ എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും മാസ്റ്റർ ഹിം നരേഷിനെ കണ്ടിട്ട് എനിക്ക് മാർഷൽ ആർട്സ് പഠിക്കാനുള്ള അനുവാദം വാങ്ങിക്കണം. ഐഡിയ. നമുക്ക് ഭൂതങ്ങളായി വേഷം കെട്ടി ഇവിടത്തെ വേലക്കാരെ പേടിപ്പിച്ച് ഓടിച്ചാലോ? പിന്നെ അവർക്ക് പകരമായി നമുക്കിവിടെ ജോലിയും ചെയ്യാം. അങ്ങനെ നമുക്കിവിടെ കൂടി മാസ്റ്റർ ഹിം നരേഷിനെ കണ്ട് അദ്ദേഹത്തിനോട് സമ്മതിപ്പിക്കാനുള്ള സമയവും കിട്ടും. പക്ഷെ നമ്മൾ എങ്ങനെ ഭൂതമാകും? ഒരുത്തൻ നമ്മളെ കണ്ട് പേടിച്ചു എന്ന് വെച്ച് ഇവിടെ ഉള്ളവർ എല്ലാവരും നമ്മളെ കണ്ട് പേടിച്ച് ഓടണമെന്ന് ഇല്ല. അതുകൊണ്ട് ഭൂതമാവണമെങ്കിൽ നമ്മൾ ശരിക്കും ഭൂതമായി മാറണം. നമ്മളെല്ലാവരും ഭൂതം പോലെ പറക്കണം. എങ്കിൽ മാത്രമേ ഇവിടെ ഉള്ളവർ നമ്മളെ കണ്ട് പേടിച്ച് പോകൂ. പക്ഷേ നമ്മൾ എങ്ങനെയാ പറക്കുക? അതൊക്കെ വളരെ എളുപ്പമല്ലേ എന്റെ ചങ്കേ. എന്റെ കയ്യിലുള്ള ഫ്ലൈയിങ് ഹെൽമെറ്റും ഷൂസും കൊണ്ട് ഈസി ആയിട്ട് പറക്കാൻ പറ്റൂതേ. ഫ്ലൈയിങ് ഹെൽമെറ്റ് കയ്യിൽ വെച്ചിട്ടാണോ ഞങ്ങളെ ഈ മലയായ മല മുഴുവൻ നടത്തിച്ചത്? ഈ 10,000 കിലോമീറ്റർ മുഴുവൻ ഞങ്ങളെ എന്തിനാണോ ഇങ്ങനെ നടത്തിച്ചത്? സോറി, ഞാൻ മറന്നുപോയിട്ടല്ലേ. ഞാൻ പെട്ടെന്ന് നിങ്ങൾ രണ്ടുപേരെയും ഭൂതങ്ങളാക്കി മാറ്റാം. ഈ കറുത്ത നിറത്തിലുള്ള ഫ്ലൈയിങ് ഹെൽമെറ്റ് രാത്രിയുടെ ഇരുട്ടിൽ അവർക്ക് കാണാൻ കഴിയില്ല. അപ്പൊ അവര് വിചാരിക്കും നിങ്ങൾ ശരിക്കും പറക്കുവാണെന്ന്. എന്റെ പൊന്നു മോനെ, ഈ ഭൂതമോ പ്രേതമോ ഒന്നും ഇല്ല. നീ എന്ത് പേടിത്തോണ്ടനാ? ഇത്രയും വലുതായിട്ട് പേടിയോ? നോക്ക്, 4 പേര് നിൽപ്പുണ്ട്. ഇപ്പുറത്ത് നിൽക്കുന്ന ആ 2 പേരില്ലേ, അവര് ഞാൻ കഴിച്ചോളാം. എന്നാ മറ്റു 2 പേരെ ഞാൻ നോക്കിക്കോളാം. ഹേയ്, വേഗം പോയി കുളിച്ചിട്ട് ഡൈനിങ് ടേബിളിലേക്ക് വന്നേക്ക്. പോവരുത്, ഭൂതങ്ങളുടെ അതിര് കടന്ന് നിങ്ങൾ പോവരുത്. അങ്ങോട്ടൊന്നും ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് മര്യാദക്ക് തിരിച്ചു വരൂ. ഞങ്ങളുടെ ഡിന്നർ ടൈമാണിത്. ഇല്ല, ഞങ്ങളാരും തിരിച്ചു വരില്ല. എന്നാ ശരി, അഥവാ നീ എങ്ങാനും രാവിലെ ഈ വഴിക്ക് വന്ന ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചോളാം. നമ്മളിനി ഒരിക്കലും ഇങ്ങോട്ട് വരുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റിന് വരുന്നില്ല, ലഞ്ചിന് വരുന്നില്ല. വരൂ, ഇനി നമുക്ക് കിച്ചണിലേക്ക് പോയി ഭക്ഷണം കഴിക്കാം. എന്നിട്ട് നാളെ രാവിലെ മുക്രയുടെ അടുത്ത് ചോദിച്ച് നമ്മൾ ഇവിടെ ജോലിക്ക് ചേരുന്നു. ഈ ജോലി ചെയ്യാൻ വന്നവരൊക്കെ എവിടെ പോയി കിടക്കുക? എല്ലാ പണി ഇപ്പൊ ഞാൻ തന്നെ ചെയ്യണമല്ലോ. നിങ്ങൾ കാരണം ഇവിടെ ആരും ജോലിക്ക് നിൽക്കാത്തത്. നിങ്ങൾ എല്ലാവരോടും വഴക്കുണ്ടാക്കി എല്ലാവരെയും പറഞ്ഞു വിടല്ലേ? നമസ്കാരം സർ. ഗുഡ് മോർണിംഗ് സർ. നിന്നെയൊക്കെ ഇവിടുന്ന് പറഞ്ഞു വിട്ടല്ലേ, പിന്നെ വന്നോ? ഓടിക്കാ അവിടുന്ന്. 1 മിനിറ്റ് കൊണ്ട് എല്ലാരും ഇവിടുന്ന് പോയില്ലെങ്കിൽ അടിച്ചടിച്ച് ഓടിക്കും ഞാൻ. അതിനിപ്പോ എന്താ ഇംഗ്ലീഷ് പറയണേ? വിറ്റായിട്ട് ഓടിക്കും ഞാൻ. ഞങ്ങളെ ഹിം നരേഷിനെ കാണാതെ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. ഞങ്ങളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയില്ല. മാസ്റ്റർ ഹിം നരേഷ്, മാസ്റ്റർ ഹിം നരേഷ്.
അല്ല താഴെ പാരാ മുത്തച്ഛ അത് കണ്ട ഇൻസ്പെക്ടർ ചിങ്കം. ആരും ഞങ്ങളെ കളിയാക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്റെ ചിരി നിർത്തിക്കോ. ഈ ഇളനീരം ഒന്ന് കുടിച്ചു നോക്കൂ, ഇതിന് നല്ല സ്വാദുണ്ടാവും. നല്ല രസമുണ്ട്. മുത്തച്ഛ നിങ്ങളും കുടിക്കൂ. സാറേ ഞങ്ങള് ഫുർഫുറി നഗറിൽ നിന്നാ വരുന്നേ. ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ജോലി തരണം. ഞങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ കൂടെ നിന്ന് സേവനങ്ങളിൽ ഏർപ്പെടണമെന്നുണ്ട്. ഓ നീയൊക്കെ ജോലി ചെയ്യാൻ വന്നതാണോ? ജോലി ചെയ്യുന്നവരെ ഞങ്ങൾക്ക് ഒരുപാട് ആവശ്യം ഉണ്ടായിരുന്നു. വാ അതോട്ട് വാ, പെട്ടെന്ന് വാ, ഞാൻ പറഞ്ഞുതരാം. വാ വാ. ഓ അതിനകത്ത് ഇംഗ്ലീഷ് പറയണേ. നീഡിങ് മാസ്റ്റർ മാസ്റ്റർ ഇവന്മാരോട് പറ മാസ്റ്റർ. ഇതാണ് കിച്ചൺ. പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്ക. എപ്പോഴെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ, സഹായം വേണമെങ്കിൽ, സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. അതിനിപ്പോ എന്താ ഇംഗ്ലീഷ് പറയാതെ? ഹെൽപ്പ് ഡെസ്ക്. അപ്പൊ പണി തുടങ്ങിയോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ പോയി ഭക്ഷണം ഉണ്ടാക്ക്. ഞാനും ഗസീട്ടറാമും കൂടി ഗാർഡനിൽ പോയി ചെടികൾക്കും മരങ്ങൾക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് വരാം. അല്ലേടോ? മരങ്ങൾക്കും ചെടികൾക്കും വെള്ളം ഒഴിക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ടോ. നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിക്കോ. ഞാൻ മുളകരിച്ച് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാം. ഞാൻ അതിനൊരു എക്സ്പേർട്ട് ആണ്. ആട്ട എവിടെയാ? മുക്രി ചേട്ടാ, ആട്ടയുടെ ഡപ്പ എവിടെയാ? നീ എന്തായി ചെയ്ത്? അയ്യോ ചൂടുള്ളായിരുന്നു അമ്മേ. ആരാണ് ഇവിടെ ചൂടുള്ള കൊണ്ടുവച്ചേ? മാസ്റ്റർ ജി, ആദ്യമായിട്ടാ സൂപ്പ് ഉണ്ടാക്കുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. നെക്സ്റ്റ് ടൈം ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് സൂപ്പ് ഉണ്ടാക്കി തരാം. കൊള്ളാം, നന്നായിട്ടുണ്ട്. പക്ഷെ ഞാനിവിടെ തന്നെ വെച്ചിട്ടുള്ളത് എനിക്ക് ആഹാരം പാചകം ചെയ്തു തരാനല്ല. അതിനിവിടെ വേറെ വേലക്കാരുണ്ട്. ഞാൻ നിന്നെ ഇവിടെ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാവോ? ഞാൻ എന്റെ ടിമിനെ ഇതുവരെ ഇത്രയും സന്തോഷവാനായിട്ട് കണ്ടിട്ടില്ല. ഇത്രയും ചിരിച്ചു കളിച്ച് നടക്കുന്നതും കണ്ടിട്ടില്ല. നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് അവൻ ഒരുപാട് ചിരിക്കാൻ തുടങ്ങിയത്. എനിക്ക് നിങ്ങളോട് ഒരു അപേക്ഷയേ ഉള്ളൂ. അവനെ എപ്പോഴും സന്തോഷവാനായിരിക്കുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ മുക്രി നോക്കിക്കൊള്ളും. താങ്ക് യു മാസ്റ്റർ ഹിംനരേഷ്, താങ്ക് യു. അതുപോലെ ഞങ്ങൾ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല. എനിക്ക് നിങ്ങളടുത്തുനിന്ന് മാർഷൽ ആർട്സ് പഠിക്കണമെന്നുണ്ട്. നിങ്ങളത് എനിക്ക് പഠിപ്പിച്ചു തന്ന വളരെ ഉപകാരമായിരുന്നു. ഞാനിപ്പോൾ ആരെയും പഠിപ്പിക്കാറില്ല. മാർഷൽ ആർട്സ് ട്രെയിനിങ് ഞാൻ എന്നേ നിർത്തി കഴിഞ്ഞു. എന്റെ പത്തില് വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ എന്തെങ്കിലും ആലോചിച്ച് പറ. ഈ മാസ്റ്റർ ഹിംനരേഷിനെ എങ്ങനെ നമ്മൾ സമ്മതിപ്പിച്ചെടുക്കും? ഐഡിയ.
മോട്ടലു നിന്റെ ഐഡിയ കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാവോ? 100% നടക്കും. നമ്മൾ മാസ്റ്റർ ഹിംനരേഷിനെ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ വലയിട്ട് പിടിക്കും. ആ സമയത്ത് മോട്ട് വന്ന് ഇടിച്ച് അദ്ദേഹത്തെ രക്ഷിക്കും. അങ്ങനെ മാസ്റ്റർ ഹിംനരേഷിന് സന്തോഷമായിട്ട് മോട്ടുവിനെ അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ് ആക്കി മാറ്റും. പക്ഷെ ഈ പ്ലാൻ വർക്കൗട്ട് ആയില്ലെങ്കിൽ മാസ്റ്റർ ഹിംനരേഷ് നമ്മൾ എല്ലാവരും ഇടിച്ച് ചമ്മന്തിയാക്കി എല്ലാവർക്കും വിളമ്പും. ഞങ്ങള് വളരെ അപകടകാരികളായ കുറ്റവാളികളാണ് ചങ്കേ. നിങ്ങളെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. അയ്യോ എന്റെ അമ്മേ, നിർത്തൂ. മാസ്റ്റർ ഹിംനരേഷിന് വെറുതെ വിടൂ, ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. പൊളിച്ചെടുത്തല്ലോ മാസ്റ്റർ ജി. സോറി, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിയതാണ്. എന്റെ പൊന്നു മാസ്റ്ററെ, സോറി, വെരി സോറി. ഇനി ഞങ്ങളെ തല്ലരുത് മാസ്റ്റർ. ഇതൊക്കെ മോട്ട് കാരണമാണ് സംഭവിച്ചത് സാറേ. ഞങ്ങള് ഗുണ്ടകളൊന്നും അല്ല, ഞങ്ങള് പാവങ്ങളാ സാറേ, പാവങ്ങള്. നീ എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? സോറി സാർ, സോറി. ഞാൻ വിചാരിച്ചു നിങ്ങളെ ഗുണ്ടകളെടുത്തൊന്ന് രക്ഷിച്ചു കഴിഞ്ഞാ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ട് നിങ്ങൾ എനിക്ക് മാർഷൽ ആർട്സ് പഠിപ്പിച്ചു തരുമെന്നായിരുന്നു. ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ തെറ്റായ മാർഗങ്ങളല്ല സ്വീകരിക്കേണ്ടത്. നിനക്ക് മാർഷൽ ആർട്സ് പഠിക്കാൻ പറ്റില്ല. നിന്റെ ശരീരം നോക്ക്. നിനക്ക് ഈ കുടവയറും വെച്ച് എങ്ങനെ ഫൈറ്റ് ചെയ്യാൻ കഴിയും? ഈ വയറോ? ഈ വയറ് ഞാൻ ഒരു ദിവസം കൊണ്ട് ഇല്ലാതാക്കി കാണിച്ചു തരാന്നേ. എങ്കിൽ ശരി, നിനക്ക് കുടവയർ കുറയ്ക്കാൻ പറ്റുമെങ്കിൽ നിന്നെ ഞാൻ മാർഷൽ ആർട്സ് പഠിപ്പിച്ചു തരാം. മോട്ടു, ഈ വയറിതെങ്ങനെ കുറയ്ക്കാനാ? എന്റെ ആഗ്രഹം മുത്തച്ഛൻ നിങ്ങളെ മാർഷൽ ആർട്സ് പഠിപ്പിക്കണമെന്നാ. അത് പിന്നെ പരിശ്രമിച്ചാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല ഈ ലോകത്തെ. ടിം ടിം.
ഇന്ന് ഇതിട്ടോ. നിനക്ക് വല്ലാത്ത വാശിയാണല്ലോ. പക്ഷെ ഇതിലൊന്നും ഞാൻ സന്തോഷിക്കില്ല. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എല്ലാവരും തിരിച്ചു പോവുകയാണ് നല്ലത്. നോക്കൂ ടിം ടിം, എന്റെ വിശ്വാസത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഒരു മനുഷ്യൻ മനസ്സുകൊണ്ടൊന്ന് തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും അവനത് സാധിച്ചിരിക്കും. അത് പർവ്വതമുകളിൽ പറക്കുന്നതാണെങ്കിലും സമുദ്രത്തിൽ തീ കത്തിക്കുന്നതാണെങ്കിലും. പക്ഷേ നിന്റെ ഈ മുത്തശ്ശനുണ്ടല്ലോ, എന്റെ ഈ മനസ്സ് കാണുന്നില്ലല്ലോടാ ടിം ടിം. ഇത് എന്റെ മാത്രം കുഴപ്പമാണ്. എനിക്ക് ഇദ്ദേഹത്തെ ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കുഴപ്പമില്ല ടിം ടിം, ഞാൻ മാർഷൽ ആർട്സ് തീർച്ചയായിട്ടും പഠിക്കും. ഇവിടുന്നല്ല, മറ്റെവിടുന്നെങ്കിലും. പക്ഷെ നീ വിഷമിക്കണ്ട, ഞാൻ നിന്നെ കാണാൻ തീർച്ചയായിട്ടും വരും ടിം ടിം. ഞാൻ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ചോദിക്കുക, മോട്ടോനെ തിരിച്ചു വിളിക്കൂ. മോട്ടു, മാർഷൽ ആർട്സ് പഠിക്കാൻ നീ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അതിന് വല്ല പ്രത്യേക കാരണവുമുണ്ടോ? ആ കാരണം എനിക്ക് ശരിയെന്ന് തോന്നുന്ന പക്ഷം ഞാൻ നിന്നെ പഠിപ്പിക്കാം. സത്യമാണോ? അത് പിന്നെ സാറേ, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുള്ള സംഭവമാണ്. ആ ടൈഗർ ചാങ് ഫുർഫുറി നഗറിൽ വന്നപ്പോൾ അപ്പോൾ നീ ടൈഗർ ചാനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മാർഷൽ ആർട്സ് പഠിക്കാൻ തീരുമാനിച്ചത് അല്ലേ? അല്ല സാറേ, അല്ല. എനിക്ക് ആരെയും തോൽപ്പിക്കണമെന്നില്ല. എനിക്ക് ഞങ്ങളുടെ ഫുർഫുറി നഗരത്തിന്റെ അഭിമാനം തിരിച്ചു പിടിക്കുവാൻ വേണ്ടി മാത്രമാണ് ആ ടൈഗർ ചാങ്ങിനെ ജയിക്കണമെന്ന് വിചാരിക്കുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ നീ പറഞ്ഞതിന്റെ പൊരുൾ എനിക്ക് പിടികിട്ടി. നിന്റെ ദൃഢനിശ്ചയം എനിക്ക് ഇഷ്ടപ്പെട്ടു. അവനെ തോൽപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവനെ ഞാൻ ട്രെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഒരു സ്റ്റുഡന്റ് എന്ന നിലയിലല്ല, എന്റെ മകനെ പോലെയാണ് അവനെ കണ്ടത്. ടൈഗർ ചാനെ ഞാൻ ഒരുപാട് സ്നേഹം കൊടുത്താണ് വളർത്തിയത്. അവന് ഞാൻ മാർഷൽ ആർട്സ് എന്ന പവിത്ര ഗ്രന്ഥത്തിലെ ഓരോ പേജും പഠിപ്പിച്ചു കൊടുത്തു. ടൈഗർ, ഈ ഗ്രന്ഥം 1800 വർഷങ്ങൾ തൊട്ടേ നമ്മുടെ കുടുംബത്തിലുള്ളതാണ്. മറ്റാർക്കും അറിയാത്ത മാർഷൽ ആർട്സിലെ എല്ലാ രഹസ്യങ്ങളും ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ടൈഗർ ചാന്റെ ചിരിയിലായിരുന്നു എന്റെ ജീവിതം മുഴുവൻ. അവൻ പെട്ടെന്ന് തന്നെ എല്ലാം പഠിച്ചെടുത്തു. ട്രെയിനിങ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരുപാട് സന്തോഷവാനായിരുന്നു. ടൈഗർ ചാൻ, ഇന്നത്തോടുകൂടി നിന്റെ മാർഷൽ ആർട്സ് ട്രെയിനിങ് അവസാനിച്ചിരിക്കുന്നു. ഇനി നിനക്ക് എന്റെ സ്ഥാനം സ്വീകരിച്ച് ഈ സ്കൂൾ നടത്താനാകും. എനിക്കല്പം വിശ്രമിക്കാനുമാകും. നമസ്കാരം മാസ്റ്റർ ഹിം നരേഷ്.
മാസ്റ്റർ ടിങ് ബാങ്, നിങ്ങൾ ഇവിടെയോ? കേട്ടിരുന്നു നിങ്ങൾ റിട്ടയർ ആവാൻ പോവാണെന്നുള്ള കാര്യം. അത് കാരണം ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് വന്നത്. നിങ്ങളുടെ മാർഷ്യൽ ആർട്സിന്റെ അദിവ്യ ഗ്രന്ഥം എന്റെ കയ്യിൽ തരൂ. ഞാൻ എത്ര വേണമെങ്കിലും സ്വർണവും വെള്ളിയും തരാം. അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ സുഖമായി ജീവിക്കാം. മാർഷ്യൽ ആർട്സ് എന്ന പവിത്ര ഗ്രന്ഥം വിൽക്കാനുള്ളതല്ല, നിങ്ങൾക്ക് പോകാം. ബുദ്ധി ഉപയോഗിക്കും മാസ്റ്റർ ഹിം നരേഷ്. ഞാൻ നിങ്ങളെ സ്വർണം, വെള്ളി, രത്നം, മുത്തുകൾ കൊണ്ട് മൂടാം. ഈ സ്കൂളിൽ നിന്നും നിനക്ക് 100 ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാത്തത് ഒറ്റ ദിവസം കൊണ്ട് അതിന്റെ 1000 ഇരട്ടിയാണ് നിനക്ക് കിട്ടാൻ പോകുന്നത്. നിന്റെ തീരുമാനം എന്താണ്? ശരിക്കും പറയാണോ? ടൈഗർ ചാൻ, വലിയവർ സംസാരിക്കുന്നിടത്ത് ചെറിയവർ സംസാരിക്കാൻ പാടില്ല. പോകൂ ഇവിടുന്ന്. എന്നോട് ക്ഷമിക്കണം മാസ്റ്റർ. ശരിക്കും ഒന്ന് ആലോചിക്കും മാസ്റ്റർ ഹിം നരേഷ്. ഞാൻ ഒന്ന് നോക്കിയാൽ ആ ഉദയ സൂര്യൻ വരെ തന്റെ പ്രകാശം ഇരുളാക്കി തലകുനിച്ച് എന്റെ മുന്നിൽ നിൽക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാനത് തട്ടിപ്പറിക്കാനും മടിക്കില്ല. ടിങ് ബാങ്, ടിങ് ബാങ്, ഈ പവിത്ര ഗ്രന്ഥം ഞങ്ങളുടെ ജീവിതമാണ്, ഞങ്ങളുടെ നെഞ്ചിടിപ്പാണ്, ഞങ്ങളുടെ നിശ്വാസമാണ്. അതെങ്ങാനും നീ ആവശ്യപ്പെട്ടാൽ ആ നാവ് ഞാൻ പിഴുതെടുക്കും. എനിക്ക് ദേഷ്യം വന്നാൽ ആ സൂര്യൻ വരെ ദഹിച്ചു പോകുന്നുള്ള കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. അത് മറക്കാതിരുന്നാൽ നന്ന്. നടക്ക്. ടൈഗർ ചാങ്, നിങ്ങളെ കണ്ടാൽ ബുദ്ധിയുള്ള കൂട്ടത്തിലുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ ഓഫറിനെ മാസ്റ്റർ ഹിം നരേഷ് റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ അതിന്റെ പൊരുൾ നിനക്ക് മനസ്സിലായിരിക്കും. ജീവിതകാലം മുഴുവനും ആഘോഷിച്ച് ജീവിക്കാം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് നിനക്കറിയാലോ? ഞാനൊന്ന് ഞൊടിച്ചാൽ ആ ഉദയ സൂര്യന്റെ പ്രകാശം വരെ ഇരുളായി മാറും. കൂരിരുട്ട്. നാളെ രാവിലെ 5 മണി മുതൽ ട്രെയിനിങ് ആരംഭം.
അല്ലല്ലോ, ഇത്രയും ദൂരം നടന്ന് എന്റെ തല വേദനിച്ചിട്ട് വയ്യ. നിങ്ങളൊക്കെ ഷോപ്പിങ്ങിന് പോയിക്കോളൂ, ഞാൻ എവിടെയെങ്കിലും പോയിട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ. പെട്ടെന്ന് ഇങ്ങോട്ടിടെ. ഇതെന്ത് കളിയാ ഇവര് കളിക്കുന്നത്? ഇവര് ഫുട്ബോളാണ് കളിക്കുന്നത്. പക്ഷെ ഇവർക്ക് ആരും ഇതുവരെ ഫുട്ബോൾ ട്രെയിനിങ് കൊടുത്തിട്ടില്ല. കണ്ടല്ലോ എത്ര ഫൗളാണ് ഇവര് ചെയ്യുന്നതെന്ന്. അത് ഫൗളായതല്ല, ആ കളി അങ്ങനെയാ. ഇതിനെയാണ് ഡ്രാഗൺ ബോൾ എന്ന് പറയുന്നത്. ഇതില് കാലുകൊണ്ട് ബോൾ എടുത്ത് ഡ്രാഗന്റെ വായിലേക്ക് ഇടണം. ഓഹോ, കണ്ടില്ലേ ഇതാരൊക്കെയാ വന്നിരിക്കുന്നത്? ഫുർഫുറി നഗരത്തിലെ ടീമാ. ഇതാ ഈ വോട്ടു അവരുടെ ക്യാപ്റ്റൻ. വരൂ, എന്നാ പിന്നെ നമുക്ക് മാച്ച് തുടങ്ങാം. നമുക്ക് ഇവിടുന്ന് പോവാം. മോനെ, ഇവനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവൻ ടൈഗർ ചാങ്ങിന്റെ കൂടെ അവിടെ എന്റെ ഗ്രാമത്തിൽ വന്നവനാ. ഇത് അവരാ, വളരെ മോശക്കാരാ. വാ, നമുക്ക് വേറെ എവിടേക്കെങ്കിലും പോവാം. എന്താ പേടിച്ചു പോയോ? ഫുർഫുറി നഗരത്തിലെ വീരശൂര പരാക്രമികള് പേടിച്ചു പോയോ? സുഹൃത്തുക്കളെ, ഇതാ നിൽക്കുന്ന കണ്ടില്ലേ? ഇവനാണ് മോട്ടു. ഇവനാണ് ടൈഗർ ചാങ്ങിനെ ചലഞ്ച് ചെയ്തത്. നിങ്ങൾ നിങ്ങളുടെ കൈ കൊണ്ട് ഗോളടിക്ക്, ഞങ്ങൾ ഞങ്ങളുടെ കാലും കൊണ്ട് ഗോളടിക്കാം. ധൈര്യം ഉണ്ടെങ്കിൽ വാടാ, അല്ലെങ്കിൽ വീട്ടിൽ പോയി മിണ്ടാതിരുന്നോണം. ഇവിടെ ഉള്ളവരൊക്കെ ഒന്ന് അറിയട്ടെ, ഫുർഫുറി നഗരത്തിലെ ചൂണക്കുട്ടികള് തോറ്റു തൊപ്പിയിടുന്നത്. മതി, കുറെ നേരമായി ഇവൻ നമ്മളെ കളിയാക്കാൻ തുടങ്ങിയിട്ട്. ചെരുപ്പ് മനസ്സിലാക്കണം, എപ്പോഴും അതിന്റെ സ്ഥാനം കാലിലാണെന്ന്, അല്ലാതെ തലയിലല്ലെന്ന്. വരൂ കൂട്ടുകാരെ, കൈയും കൊണ്ട് ഗോളടിക്കാൻ നമുക്കും പറ്റുമെന്ന് കാണിച്ചു കൊടുക്കാം. വരൂ, ഇനി നമ്മൾ പുറകിലേക്കില്ല. എന്ത് തന്നെയാണെങ്കിലും അത് നമുക്ക് നേരിടാം. ഞങ്ങള് കൈ കൊണ്ട് ഗോൾ അടിക്കാം, നിങ്ങൾ കാലുകൊണ്ടും. നിനക്കൊക്കെ ഞങ്ങളുടെ കാല് തന്നെ അധികമാണേ. ഓക്കെ, സ്റ്റാർട്ട് ഗെയിം. പൊളിച്ചെടുത്തല്ലോ. ഇതെന്താ ഇവിടെ ആകെ ഇരുട്ടാണല്ലോ, എനിക്കൊന്നും കാണുന്നില്ല. ആരെങ്കിലും ഒന്ന് ലൈറ്റ് ഇടണേ. ഇത് ചീറ്റിംഗ് ആണ്. നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിന് പകരം ആളുകളെ വീഴ്ത്താനാ നോക്കുന്നേ. ഇത് ഫൗളാ. ശരി, അവരോട് ഞങ്ങളെ അടിക്കാൻ പറ. ഞങ്ങള് വേണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഈ ഗെയിമിൽ എല്ലാം അനുവദനീയമാണ്. അത് ശരി, ഇവന്മാരെ ചീറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ ഇവന്മാരെ പാഠം പഠിപ്പിക്കാനുള്ള സമയമായി. ഇന്നങ്ങോട്ട് കഴിക്ക, എന്നിട്ട് പണി തുടങ്ങ. പിള്ളേരൊക്കെ വീട്ടിൽ പോയി മമ്മി വിളിക്കുന്നുണ്ട് നിങ്ങളെ. ഒന്നുകൂടെ കളിക്കുന്നോ? ഒന്നുകൂടിയോ? ഒന്നുകൂടി.
അടി കിട്ടിട്ട് ഇവന്റെ വയറ് നിറഞ്ഞില്ലെന്നാ തോന്നുന്നത്. എന്നെ പറ്റി തോലച്ചു. ഇല്ല ഇല്ല, രണ്ട് ടീമിന്റെയും സ്കോർ തുല്യമായിരിക്കുകയാണ്. 1 മിനിറ്റിനുള്ളിൽ കളി അവസാനിക്കുന്നതാണ്. വരൂ, ഞാൻ പറയാം. ഞങ്ങളടുത്തും കുറച്ച് സീക്രട്സ് ഉണ്ട്. ഇതെങ്ങനെ സംഭവിച്ചേ? അപ്പൊ ഇവനിതെങ്ങനെ ചെയ്തേ? ഇങ്ങനെയൊന്നും ഒരിക്കലും കളിക്കാൻ സാധിക്കില്ല. ആർക്കും ഒരിക്കലും ഇങ്ങനെ കളിക്കാൻ സാധിക്കുന്നില്ല. എടോ ബോട്ടു, ബോട്ടു ഒന്ന് നിന്ന്. നീ ഇതെങ്ങനെ സാധിച്ചെടുത്തു ബോട്ടു? ഞങ്ങളുടെ ഗെയിമിന്റെ സീക്രട്ട് ആരോടും പറഞ്ഞു തരില്ല. ഓ, അത് കുഴപ്പമില്ല മോനെ. നീ ടൈഗർ ചാങ്ങുമായിട്ട് ഫൈറ്റ് ഉണ്ടാക്കുമല്ലോ, അപ്പൊ ഇടിച്ച് പറയിപ്പിച്ചോളൂ. ആ ടൈഗർ ചാങ് ഉണ്ടല്ലോ, നിന്നെ ഇടിച്ചിടിച്ച് ഭൂമിയെ പോലെ ഇതാ ഇങ്ങനെ പരത്തി വെക്കും. ഭൂമി പരന്നിട്ടല്ലടാ, ഉരുണ്ടിട്ടല്ലേ? അല്ലേ, ഭൂമി പരത്തിട്ടല്ലേ? നോക്ക് നോക്ക്, നീ താഴേക്ക് നോക്ക്. താഴെ എവിടെയാ ഉരുണ്ടിരിക്കുന്നത്? എല്ലാം പരന്നിട്ടാ ഉള്ളത്. ശരി, എന്നാ നീ തന്നെ പോയി നോക്കിട്ട് വാ. പരന്നിട്ടാണോ ഉരുണ്ടിട്ടാണോ? ഞാൻ ഒരു സ്കൂളും കൂടി തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അതിന്റെ മണിപ്പുരയിലാണ്. ഇതെന്താ? നീ എവിടുന്ന് വന്നു വീണത്? ഭൂമി ഉരുട്ടതാണ് ബോസ്, ഭൂമി ഉരുട്ടതാ. ഞാൻ കണ്ടതാ. ഞാൻ പോയി ഞാനേ കണ്ടുള്ളൂ ബോസ്. ഭൂമി ഉരുട്ടത് തന്നെയാ. ഞാൻ ഗാലക്സി പോയി നോക്കിയിട്ടുള്ള വരവാ. അവൻ എന്നെ ഒരു ഒറ്റ ഇടിക്കല്ലേ ബോസ് സകല ഗാലക്സി കാണിച്ചത്. ആ മോട്ടുണ്ടല്ലോ ബോസ്, അവൻ ഭയങ്കര. അവരോട് ഫൈറ്റിന് പോവട്ടെ ബോസ്. അവൻ നിങ്ങളെ തോപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ട്. എന്തായി പിച്ചുമ്പയൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഗാർഡ്സ്, ഇയാളെ ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. ഇവന്റെ തലക്കിട്ട് നല്ല അടി കിട്ടിയത് കാരണം അവൻ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബോസ്, ബോട്ടിനോട് ഫൈറ്റ് ചെയ്യാൻ പോകട്ടെ ബോസ്. അവൻ നിസാരക്കാരനല്ല, അവൻ തയ്യാറായ ബോസെ വന്നിരിക്കുന്നത്. അവൻ ബോസിനെ കാണിച്ചു തരും ഭൂമി ഉരുട്ടതാണെന്ന്. വിടറാ വിടറാ, എന്നെ വിടറാ. ഞാനത് പറഞ്ഞോട്ടടേ, ഇടം വിടറാ ബോസേ. ഇങ്ങോട്ട് ആരാണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ ബോസ്? ഫുർഫുറി നഗറിൽ വെച്ച് ഒരുത്തനെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞ് ചലഞ്ച് ചെയ്തത്. അതും എന്നെ എന്റെ ഗ്രാമത്തിൽ തന്നെ വന്ന് തോൽപ്പിക്കുമെന്ന്. അത് അവൻ തന്നെയാണ്. അവൻ ഇവിടെയും എത്തിയോ? അതും മാസ്റ്റർ ഹിം നരേഷിന്റെ കീഴിൽ ട്രെയിനിങ് എടുക്കാനായി. ടൈഗർ ചാങ്, നിങ്ങൾ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുക. പിന്നെ വിശ്രമമേ പാടില്ല. അവൻ നിന്റെ കൂടെ മത്സരിക്കാനായി ഇത്രയും ദൂരം വന്നിരിക്കുകയല്ലേ? അതും മാസ്റ്റർ ഹിം നരേഷിന്റെ ശിക്ഷണത്തിൽ നിന്നും വന്നിരിക്കുകയാണ്. അവനെ നീ നിസ്സാരമായി കരുതരുത്. അവനിൽ എന്തോ പ്രത്യേകതയുണ്ട്. നിങ്ങൾ പോയി എല്ലാത്തിനും തയ്യാറെടുക്ക്, അതും ജാഗ്രതയോടെ. ഫോക്കസ് ആൻഡ് ഫെയ്ത്ത്, ഈ 2 കാര്യങ്ങളും ഓർമ്മ വെക്കണം. ഏത് കാര്യത്തിലും നല്ല ഫോക്കസ് ഉണ്ടായിരിക്കണം. പിന്നെ തങ്ങളിൽ തന്നെ വിശ്വാസം ഉണ്ടാകണം, നല്ല ഫെയ്ത്ത് ഉണ്ടാകണം. എങ്കിൽ നിനക്ക് എല്ലാം ചെയ്യാൻ കഴിയും. യെസ് മാസ്റ്റർ. ആദ്യം താഴെ പട്ടണത്തിൽ നിന്നും വെള്ളം കൊണ്ടുവരൂ. എന്നിട്ട് ഈ ഡ്രം നിറയ്ക്കൂ. ഒരിക്കൽ നിറച്ചു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള ട്രെയിനിങ് നമുക്ക് തുടരാം. യെസ് മാസ്റ്റർ. ഇത്രയും താഴെ പോയിട്ട് വെള്ളം എടുത്തിട്ട് മുകളിലേക്ക് വരണോ? ഇതെന്നെ കൊണ്ട് പറ്റില്ല. താഴേക്ക് എന്നെ കൊണ്ട് പോകാൻ പറ്റും, പക്ഷെ വെള്ളം കൊണ്ട് മുകളിലേക്ക് എങ്ങനെയാ വരിക? മാസ്റ്റർ, ഞാൻ ജീവനം കൊണ്ട് ഓടാൻ വേണ്ടി ഇതൊക്കെ ചെയ്യാൻ പറയുന്നത്. അപ്പൊ പിന്നെ മാസ്റ്ററിന് എനിക്ക് മാർഷൽ ആർട്സ് പഠിപ്പിക്കണ്ടല്ലോ. മാർഷൽ ആർട്സിന് ബുദ്ധി മാത്രം പോരാ, ശരീരബലവും ഉണ്ടായിരിക്കണം. ഈ എക്സസൈസ് അതിനു വേണ്ടിയാണ്. വരൂ, ഞാൻ നിന്റെ കൂടെയുണ്ട്.
ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെയുണ്ട്. ഞാനും നിങ്ങളോടൊപ്പം ഉണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോടൊപ്പം താഴെ വന്നാൽ മാസ്റ്റർക്ക് ആരാണ് ആഹാരം ഉണ്ടാക്കുക? അതുകൊണ്ട് ഞാനും ഡോക്ടർ ജഡ്കയും ഭക്ഷണം ഉണ്ടാക്കാൻ പോവാണ്. ഞാനും നിങ്ങളോടൊപ്പം വരുന്നുണ്ട്. മോട്ടു, നീ വെറുതെ വിഷമിക്കരുത്. വേണ്ട ചിങ്കം സാറേ, നിങ്ങൾ ഈ വീട്ടിലുള്ള ബാക്കി പണികൾ ചെയ്യ്. പൂന്തോട്ടത്തിൽ വെള്ളമൊഴിക്ക്, വീടെല്ലാം അടിച്ച് വൃത്തിയാക്ക്. ഞാനും ടിമ്മും മോട്ടോന്റെ കൂടെ പോയിക്കോളാം. ഓക്കേ. അത് മതി, എനിക്കിനി നടക്കാൻ വയ്യ. ഇനി കുറച്ചു നേരം വിശ്രമിച്ചിട്ട് നമുക്ക് പോവാം. ഫോക്കസ് ആൻഡ് ഫെയ്ത്ത്. മുത്തച്ഛൻ പറയാറുണ്ട് നിങ്ങൾ പടികളിൽ ഫോക്കസ് ചെയ്യരുതെന്ന്, വെള്ളത്തിലായിരിക്കണം ശ്രദ്ധയെന്ന്. പിന്നെ കാണാൻ അത്ഭുതം, നിങ്ങൾ താഴെ എത്തുന്നത് അറിയുകയേയില്ല. ഓക്കെ, എന്നാ പിന്നെ ഞാനിനി വെള്ളത്തിൽ ഫോക്കസ് ചെയ്യാം. റെഡി? വെള്ളം 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 വെള്ളം. അങ്ങനെ ഞാൻ ലക്ഷ്യത്തിലെത്തി കഴിഞ്ഞു. അങ്ങനെ വെള്ളം ഉണ്ടറച്ചു. എന്റെ പത്തിലോ നീ എവിടെയാ? എനിക്ക് ഇനി നടക്കാൻ വയ്യ. ഒന്നിനും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ കാലാണെങ്കിൽ വേദനിച്ചിട്ടും വയ്യ. പിന്നെ ഈ വെള്ളം നിറച്ച 2 ബക്കറ്റ്. ഓ മോട്ടോ, ഫോക്കസ് ഫോക്കസ്. ഓക്കെ, നീ എത്ര പ്രാവശ്യമാണ് മുകളിലേക്കും താഴേക്കും വരുന്നത്? അതിനനുസരിച്ച് ഞാൻ കഴിക്കാനായി ഓരോ സമൂസ വീതം തരാം. ഇനി ഒന്നും നോക്കാനില്ല, ഇനി ഫോക്കസ് മാത്രം. നിനക്ക് ക്ഷീണമുണ്ട്, ഇവിടെ നിന്ന് കേട്ടോ. ഓക്കെ, സമൂസ 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 ഇവൻ ഇത്ര പെട്ടെന്ന് എങ്ങനെ വന്നു? ആദ്യത്തെ ദിവസം ആരും തന്നെ ഇത്ര പെട്ടെന്ന് വന്നിട്ടില്ലല്ലോ. സമൂസ 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 സമൂസ. സമൂസ 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 മുട്ടു, നീ ഇതെങ്ങനെ സംഭവ്യമാക്കി? ഇത് നീ എങ്ങനെ സാധിച്ചെടുത്തു? മാസ്റ്റർ, ഇവന് സമൂസയുടെ പേര് കേട്ടാ മതി, എന്തും ചെയ്യാൻ സാധിക്കും. ഇവനിപ്പോ സമൂസയുടെ കാര്യം ഓർത്തപ്പോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറന്നുപോയി. സമൂസ കഴിച്ചാ പിന്നെ ഇവന് നല്ല ശക്തിയായിരിക്കും, പിന്നെ ഇവന് എന്തും ചെയ്യാൻ കഴിയും. ഓ, പിന്നെ മാർഷൽ ആർട്സ് പഠിക്കുന്നത് എന്തിനാ? സമോസ തിന്നുകൊണ്ട് തന്നെ ടൈഗർ ചാനെ തോൽപ്പിക്കാമല്ലോ. പക്ഷേ മാസ്റ്റർ, തുല്യരായവർ തമ്മിൽ വേണ്ട ഗുസ്തി പിടിക്കാൻ. അതിനുവേണ്ടിയാണ് ഞാൻ ഈ മാർഷൽ ആർട്സ് പഠിക്കണമെന്ന് തീരുമാനിച്ചത്. എങ്കിൽ മാത്രമേ എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഫുർഫുറി നഗരത്തിന്റെ അഭിമാനം തിരിച്ചെടുക്കാൻ പറ്റൂ. ധൈര്യശാലി മാത്രമല്ല, ആത്മാർത്ഥതയുള്ളവനും കൂടിയാണ്. അതുകൊണ്ടാണ് എനിക്ക് നിന്നെ ഇഷ്ടം. സമോസ എങ്ങനെയാണോ നിന്നെ ഒരു ജോലിയിൽ നയിച്ചത്, അതിനെ തന്നെയാണ് ഞാൻ ഫോക്കസ് എന്ന് പറയുന്നത്. നിനക്ക് സമോസയിൽ ഫോക്കസ് ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നിനക്ക് എല്ലാ കാര്യങ്ങളിലും ഫോക്കസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അക്കാര്യം ഓർമ്മയിരിക്കട്ടെ. കയ്യിന്റെ പൊസിഷൻ ഇങ്ങനെയായിരിക്കണം. ഇങ്ങനെ പവർഫുൾ ആയിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം. ലൂസ് ആകരുത് ഒരിക്കലും. ആരെങ്കിലും നിന്നെ ആക്രമിച്ചാൽ നിനക്ക് ബ്ലോക്ക് ചെയ്യാൻ കഴിയണം.
പൊളിച്ചെടുത്തല്ലോ. ഇത്രയും ചെറിയ കാര്യം ചെയ്യാൻ അറിയില്ല. ദാ ഞാൻ കാണിച്ചു തരാം. ഇത്തരം കളികളിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ടല്ല. ഐഡിയ. മോട്ടോ ഇങ്ങോട്ട് നോക്കി, ഇതെന്താന്ന്? മോട്ടു, ഞാൻ പറഞ്ഞത് നീ മറന്നുപോയോ? നീ സമോസയെ നോക്കി എങ്ങനെയാണോ ഫോക്കസ് ചെയ്യുന്നത്, അത് നിന്നിൽ എങ്ങനെയാണോ ആത്മവിശ്വാസം വളർത്തുന്നത്, അതുപോലെ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും. ശരിയായി ഫോക്കസ് ചെയ്ത് മാർഷൽ ആർട്സ് ചെയ്യൂ. ഓർമ്മയിരിക്കട്ടെ, ഫോക്കസ് ആൻഡ് ഫെയിത്ത്. മോട്ടു, നഞ്ചക്കയിൽ ഫോക്കസ് ചെയ്യരുത്, ബോളിൽ ഫോക്കസ് ചെയ്യൂ. നഞ്ചക്കയിൽ അല്ല ഫോക്കസ് ചെയ്യേണ്ടത്, ബോളിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ചെറിയ ബോൾ ഫുട്ബോൾ ആയി തോന്നാം. അപ്പോൾ നിനക്കൊരിക്കലും മിസ് ചെയ്യില്ല. സമോസയിൽ ഫോക്കസ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും ചെയ്യുക. ഒന്ന് നിന്നേ. ഞാൻ വിചാരിച്ചു നീയാണ് എന്റെ ആകാശത്തേക്ക് പറപ്പിച്ചതാ. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ വെറും തോന്നലാണെന്ന് ആ ഡോക്ടർ എന്നോട് പറഞ്ഞല്ലോ. പോട്ടോ, ഞാനിനി ഒരു സ്വപ്നം കണ്ടതായിരിക്കാനാണോ സാധ്യത? അല്ലെങ്കിൽ എങ്ങനെ ഒരിടി കൊണ്ട് ആകാശത്തേക്ക് പറക്കാൻ സാധിക്കുന്നത്? ഒരിക്കലും സംഭവിക്കില്ല, ഒരിക്കലും. മോട്ട് നിനക്കന്ന് കാണിച്ചു തന്നല്ലേ ഭൂമി ഉരുണ്ടതാണെന്ന്. നീ അത് കണ്ടില്ലേ? അതെനിക്ക് തോന്നിയതാ, സ്വപ്നമായിരുന്നു. ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഭൂമി പറഞ്ഞതാ, ഉരുണ്ടിട്ടല്ല. എടോ, നിന്റെ ജോഗ്രഫി വളരെ മോശമാണ്. എന്നാ പിന്നെ ശരി, ഇത്തവണ ഞാൻ നിനക്ക് വേറെ എന്തെങ്കിലും കാണിച്ചു തരാം. അതായത് സൂര്യന് ചൂടാണ്, ചന്ദ്രന് തണുപ്പാണെന്നൊക്കെ. മോട്ടോ, ആദ്യം നീ സമോസ കഴിക്കേ, വിശക്കൊന്നുണ്ടായിരിക്കും. പിന്നെ ഞാൻ ഇവന് ഈ പേപ്പറും പേനയും കൊടുത്തേക്കാം. ഇവൻ മേലെ പോയി എല്ലാം എഴുതിയെടുത്തോണ്ട് വരട്ടെ. റെഡി, സ്റ്റഡി, ഗോ! എത്ര ചൂട്, ഭയങ്കര ചൂട്. ഇവിടെ തണുപ്പ്, നീ എന്തൊരു തണുപ്പ്, കിടുകിടാ പറയ്ക്കുന്നു. ഇപ്പോഴാണ് ഒരു കാര്യം അറിയാൻ കഴിഞ്ഞത്. മോട്ടുവിന് ഹിംനരേഷ് ഒരു പ്രത്യേക ട്രെയിനിങ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ വാർത്ത
തീർച്ചയായും നിനക്ക് ശുഭമായിരിക്കില്ല. അങ്ങ് തോർത്ത് വിഷമിക്കണ്ട. ആ മോട്ടുവിനെ ഞാൻ ഒറ്റ മിനിറ്റിൽ തോൽപ്പിക്കും. ഓ നോ, നീ പിന്നെയും വന്നോ? ഇപ്പൊ എവിടെന്നാ വീണ്? അവൻ ഇന്നെ കാണിച്ചു അത് ബോസ്. ചന്ദ്രന് ഭയങ്കര തണുപ്പാണത്, ഒടുക്കത്തെ തണുപ്പാണ് ബോസ്. പിന്നെ സൂര്യന് ഭയങ്കര ചൂടുമാണ്. ഞാനിപ്പോ കണ്ടുള്ളൂ ബോസ്. ഞാൻ എഴുതി പഠിച്ചിട്ട് വന്നതാ ബോസേ. സൂര്യന് ഭയങ്കര ചൂടാണ്. പിന്നെ ചന്ദ്രന് ഭയങ്കര തണുപ്പാ, ഭയങ്കര തണുപ്പാ. എടുക്ക ബോസ്, എനിക്ക് തണുത്തിട്ട് വയ്യാമ. ഞാൻ പറയുന്നത് വിശ്വസിക്കുമ്പോ സൂര്യന് ചൂടാണ്. അവനെ ഡോക്ടറിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോ. ബോസ്, ഞാൻ പറയുന്നത് കേക്ക് ബോസ്. മോട്ട് ഭയങ്കര ശക്തിവേറ. ബാഹുബലിയ പൽവാർ ദേവന്റെ കളിയിൽ അവരോട് നടക്കത്തില്ല ബോസേ. എനിക്ക് ഇവൻ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് തോന്നുന്നു. ഇന്ന് രാത്രി എന്റെ ആളുകൾ അമോട്ടുവിനെ വകവരുത്തും. അവനെ വെറുതെ വിട്ടാൽ അവൻ ഇവിടെ വന്ന് നിന്നെയും തോൽപ്പിച്ച് എന്നെ അപമാനിതനാക്കും. മനസ്സിലായോ? ഇല്ല മാസ്റ്റർ, എനിക്ക് അവനെ തോൽപ്പിക്കണം. എന്നെ വിശ്വസിക്ക്. എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്, തീർച്ചയായും വിശ്വാസമുണ്ട്. പക്ഷെ ആ മോട്ടുവിന് എനിക്ക് വിശ്വാസമില്ല. ഒരു ഉറുമ്പിന് പോലും ഒരു ആനയെ ഒരു കടി കൊണ്ട് കീഴ്പ്പെടുത്താൻ കഴിയും. അവനാണെങ്കിൽ സൂര്യനെയും ചന്ദ്രനെയും കണ്ടിട്ട് വരുന്നതായി പറയുന്നു. അത് ഭയങ്കര ആപൽക്കരമാണ്. ആർക്കറിയാം അവൻ എന്തൊക്കെ ശക്തികൾ കൊണ്ടാണോ വന്നിരിക്കുന്നതെന്ന്. മോട്ടു, നീ നാളത്തെ പ്രഭാതം കാണാൻ പോകുന്നില്ല. ആരാണ് അവിടെയെന്ന്? ടിം ടിം, പോയി നോക്കൂ അവിടെ ആരാണെന്ന്. ഇതെങ്ങനെയാ മാസ്റ്റർ ചെയ്യുന്നത്? കിങ് ബാങ്കിനോട് പറഞ്ഞേക്ക്, ഇനിയും അവന്റെ നോട്ടം ഇവിടെ കിങ്ങാനും എത്തിയാൽ അവൻ ഒരിക്കലും നോക്കാൻ കഴിയില്ല എന്ന്. മാസ്റ്റർ ഹിം നരേഷ്, ഇതൊക്കെ എങ്ങനെയാ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇതൊന്നും മാർഷൽ ആർട്സ് അല്ലല്ലോ. ഇതും മാർഷൽ ആർട്സ് തന്നെയാണ്, പക്ഷേ അത് അഡ്വാൻസ്ഡ് ആണെന്ന് മാത്രം. ഇത് പഠിക്കാൻ ഒരുപാട് നാളത്തെ പ്രയത്നം ആവശ്യമാണ്. അതിന് നല്ല ശ്രദ്ധയും ഫോക്കസും തങ്ങളിൽ തന്നെ നല്ല ആത്മവിശ്വാസവും ഉണ്ടായിരിക്കണം. ഫുൾ ഫെയ്ത്തിന്റെ ആവശ്യമുണ്ട്. നിങ്ങൾ എനിക്കിത് പഠിപ്പിച്ചു തരുമോ മാസ്റ്റർ? മോട്ടു, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇതിന് ഒരുപാട് വർഷത്തെ പ്രയത്നം ആവശ്യമുള്ളത്. തൽക്കാലം ഇപ്പോൾ പഠിച്ചത് മാത്രം പ്രവൃത്തിയിൽ കൊണ്ടുവരിക. മാസ്റ്റർ.
മുട്ടു, നിന്റെ ട്രെയിനിങ് അവസാനിച്ചിരിക്കുന്നു. ഇനി നിനക്ക് ടൈഗർ ചാനെ ധൈര്യമായിട്ട് വെല്ലുവിളിക്കാം. മാസ്റ്റർ, അങ്ങ് എന്നെ അങ്ങയുടെ ശിഷ്യനാക്കി എന്നോട് വലിയൊരു ഉപകാരമാണ് ചെയ്തിരിക്കുന്നത്. അതിന് എനിക്ക് അങ്ങയോട് നന്ദി പറയുവാൻ എന്റെ കയ്യിൽ വാക്കുകളില്ല. മോട്ടു പറയുന്നത് ശരിയാണ് മാസ്റ്റർ. താങ്കൾ മോട്ടുവിന് മാർഷൽ ആർട്സ് പഠിപ്പിച്ചു കൊടുത്തത് ഞങ്ങളുടെ നാടിന് അഭിമാനമാണ്. എങ്കിൽ ശരി, ടൈഗർ ചാനെ നേരിടാൻ തയ്യാറായിക്കോളൂ. ഒരു മിനിറ്റ് മാസ്റ്റർ. എന്തായി കാണിക്കുന്നത്? ഒന്നുമില്ല. കഴിഞ്ഞു. ഞാൻ ഈ ചെയ്യുന്ന ഈ അഭ്യാസം കൂടി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ എന്റെ ട്രെയിനിങ് കംപ്ലീറ്റ് ആവും. മോട്ടു, നിന്റെ ട്രെയിനിങ് അവസാനിച്ചിരിക്കുന്നു. നിനക്ക് വിശ്വസിക്കാം. വന്നിട്ട് അല്പനേരം വിശ്രമിക്കുക. ടിം നാളെ നിന്നെ ടൈഗർ ചാന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അങ്ങ് വരുന്നില്ലേ? ഞാൻ വരുന്നില്ല. എനിക്ക് എന്റെ സ്കൂൾ വിട്ടിട്ട് എവിടേക്കും വരാനാകില്ല. നിങ്ങൾ യുദ്ധം ചെയ്യേ. ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ടൈഗർ ചാകനോട് എത്ര തവണ പറഞ്ഞു നടന്നോ, പക്ഷെ അയാൾ കേട്ടില്ലല്ലോ. ഇന്ന് ടൈഗർ ചാക മിക്കവാറും അത് ഗാലക്സി കാണും. അതെ, നിങ്ങൾ പറയുന്നത് ശരിയാണ്. കോച്ച് സിംബ, എന്തു പറ്റി? എവിടെ പോയി ആ ഫുർഫുരയിൽ നിന്ന് വന്നവൻ? ഇത്രയും സമയമായിട്ടും അവരിവിടെ എത്തിയിട്ടില്ല. ടിങ് ബാങ്. അവൻ ഇനി വരില്ലെന്നാ തോന്നുന്നത്. അവനറിയാം ടൈഗറിനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റിയേക്കാം. പക്ഷെ ടൈഗർ ചാനിനോട് യുദ്ധം ചെയ്ത് ജയിക്കുന്നത് അസംഭവ്യമാണ്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ പറക്കുന്നു. എന്ത് രസമാണ്. മാസ്റ്റർ ടിങ് ബാങ്, ഇതാണ് മോട്ടുവും പത്രും അവരുടെ സുഹൃത്തുക്കളും. പിന്നെ മോട്ടു, ഇതാണ് ഈ നാട്ടിലെ രാജാവ് മാസ്റ്റർ ടിങ് ബാങ്. ഞങ്ങൾ വൈകി എത്തിയതിന് ക്ഷമിക്കണം. ഡോക്ടർ ജഡ്ക, നിങ്ങൾ നിങ്ങളുടെ പണികൾ തുടങ്ങിക്കോ. എന്താണിത്? ഡിങ് ബാങ്, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ചങ്ക്, എന്റെ ബ്രോ, ഇത് ക്യാമറയും പിന്നെ ഡിഷ് ആന്റിനയുമാ. ഞങ്ങളുടെ ആഗ്രഹം ഫുർഫുരി നഗരത്തിലുള്ളവർ മുഴുവനും മോട്ടുവിന്റെ ഫൈറ്റ് കാണണമെന്നാ. അവൻ ടൈഗർ ചാങ്ങിനെ തോൽപ്പിക്കുന്നത് ഫുർഫുരി നഗരത്തിലുള്ളവരെല്ലാം കാണണം. അതുകൊണ്ടാ ഡയറക്റ്റ് ആൻഡ് ലൈവ് ടെലികാസ്റ്റ് വെച്ചിരിക്കുന്നത്, എല്ലാവർക്കും കാണാൻ. മോട്ടു 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 ആ ജനങ്ങൾ ഇന്ന് ഒരിക്കൽ കൂടെ മോട്ടു എന്റെ കയ്യിൽ നിന്നും ഇടിമേടിക്കുന്നത് കാണാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഫുർഫുരി നഗറിൽ നിന്നും മോട്ടു വന്നിട്ടുണ്ട്. വന്നിരിക്കുന്നത് ടൈഗർ ചാനിനെ ചാലഞ്ച് ചെയ്യാനാണ്. നമുക്ക് അവനെ സ്വാഗതം ചെയ്യാം.
മതി, തോൽവി ഇപ്പൊ തന്നെ സമ്മതിച്ചു പോയിക്കോ. ഗുഡ്, വെരി ഗുഡ്. അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. നീ മാസ്റ്റർ ഹിം നരേഷിന്റെ കയ്യിൽ നിന്നും എന്തൊക്കെയോ പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. പക്ഷേ മോട്ടു, ഇത് നിന്റെ ജീവിതത്തിലെ അവസാനത്തെ ഫൈറ്റ് ആയിരിക്കും. അവസാനത്തെ ഫൈറ്റ്. എടോ, നിന്ന് വാചകം അടിക്കാതെ വന്ന് ഫൈറ്റ് ചെയ്യാൻ നോക്കണോ? നമുക്ക് കാണാലോ ഇത് എന്റെ അവസാനത്തെ ഫൈറ്റ് ആണോ അതോ നിന്റെ ഒന്ന്. വരൂ. ചിരിക്കുന്നത് നിർത്തിയിട്ട് ഫൈറ്റ് ചെയ്യൂ. പൊളിക്കടുത്തല്ലോ. ഇയാളെങ്ങനെ ഫൈറ്റ് ചെയ്യാ? ആളുടെ എല്ലൊക്കെ മുറിഞ്ഞ് കിടക്കല്ലേ. തീ വരുന്നുണ്ട്. മാർഷൽ ആർട്സിന്റെ ഫൈറ്റിൽ സൂപ്പർ പവേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. ഇതുവരെ എന്നെ ആരും തന്നെ തോൽപ്പിച്ചിട്ടില്ല. തോൽവി എന്നത് എന്റെ നിഘണ്ടുവിൽ തന്നെ ഇല്ല. ഫോക്കസ് ആൻഡ് ഫെയിം, ഈ രണ്ട് കാര്യങ്ങളും ഓർമ്മ വയ്ക്കണം. ഏത് കാര്യത്തിലും നല്ല ഫോക്കസ് ഉണ്ടായിരിക്കണം. പിന്നെ തങ്ങളിൽ തന്നെ വിശ്വാസം ഉണ്ടാകണം, നല്ല ഫെയ്ത്ത് ഉണ്ടാകണം. എങ്കിൽ നിനക്ക് എല്ലാം ചെയ്യാൻ കഴിയും. നിനക്കത് സാധിച്ചിരിക്കുന്നു. നീ ഇന്നും പഠിച്ചിരിക്കുന്നു. അവിശ്വസനീയം. ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇവൻ എങ്ങനെയാണ് ഇതെല്ലാം പഠിച്ചെടുത്തത്? എന്റെ അമ്മോ, ഞങ്ങളുടെ മോട്ടൂനെ കൊണ്ട് എന്തും ചെയ്യാൻ കഴിയും.
ഫൈറ്റിലെ വിന്നറാണ് ഫുർഫുറി നഗരത്തിലെ മോട്ടു. ഇവിടെ നിന്ന് നിനക്ക് ആരെയും പരാജയപ്പെടുത്തിയിട്ട് പോകാൻ കഴിയില്ല. ഇന്ന് ഇവിടെ നിന്ന് ഒരുത്തനും രക്ഷപ്പെടാൻ പാടില്ല. അവരെ ചുറ്റി വളയൂ. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. നിയമത്തിന്റെ ഭാഷയിൽ പറയുന്നു, ഭാരതമാതാവാണ് സത്യം. സ്റ്റോപ്പ്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. മോട്ടോ, നീ നിന്റെ ഫൈറ്റ് ചെയ്യ്. ഞാൻ ചിങ്കം സാറിനെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കാം. ചിങ്കം സാറേ, ഫയറിംഗ് തുടങ്ങിക്കോ. ഫയർ. ഒരടി അടിക്കുന്ന പ്ലീസ്, ഒരേ ഒരടി, ഒരൊറ്റയടി. സൂര്യന് ഭയങ്കര ചൂടല്ലേ, ചന്ദ്രന് ഭയങ്കര തണുപ്പല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബോസേ? പക്ഷേ നിങ്ങൾ കേട്ടില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. മതിയാക്ക് മോട്ടു. ലോകം പറയുന്നില്ലെങ്കിലും ഞാൻ പറയും, ടൈഗർ ചാങ്ങിനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റിയേക്കാം. പക്ഷെ മോട്ടുവിന്റെ കൂടെ യുദ്ധം ചെയ്ത് ജയിക്കുന്നത് അസംഭവ്യമാണ്. മോട്ടു, നീ ആ സൂര്യനെ ഒന്ന് നോക്കിയാലും അത് ഇരുട്ടായി മാറും. ഞങ്ങൾക്ക് മാപ്പ് തരൂ. ഇനി ഒരിക്കൽ കൂടെ ചന്ദ്രനിലേക്കും സൂര്യനിലേക്കും പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളോട് ക്ഷമിക്ക്. ഞങ്ങൾക്ക് മാപ്പ് തരൂ. ശരി, മാപ്പ് തരാം. പക്ഷെ അതിനു മുമ്പ് മാസ്റ്റർ ഹിം നരേഷിന്റെ പവിത്രമായ മാർഷൽ ആർട്സിന്റെ ഗ്രന്ഥം എടുത്തുകൊണ്ടുവരൂ. ഇപ്പൊ കൊണ്ടുവരാം. ഇനിയെങ്ങാനും നിങ്ങൾ മാസ്റ്റർ ഹിം നരേഷിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അന്ന് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരും. മനസ്സിലായോ? മനസ്സിലായി. മാസ്റ്റർ, ഇതാ അങ്ങയുടെ പവിത്രമായ മാർഷൽ ആർട്സിന്റെ ഗ്രന്ഥം. അതിനർത്ഥം നീ ജയിച്ചാണ് വന്നിരിക്കുന്നതെന്ന്. അഭിനന്ദനങ്ങൾ. അതിനിപ്പോ എന്താ ഇപ്പൊ ഇംഗ്ലീഷിൽ പറയുന്നത്? കോൺഗ്രാറ്റുലേറ്റൻ. ഓ, അത് കോൺക്രീറ്റുലേറ്റൻ അല്ല, കൺഗ്രാറ്റുലേഷൻസ്. അങ്ങയുടെ ട്രെയിനിങ് ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും സാധിക്കില്ലായിരുന്നു. ഇത് നിന്റെ ദൃഢനിശ്ചയം ഒന്നുകൊണ്ട് മാത്രമാണ് സാധ്യമായത്. ഇത് ജനങ്ങൾക്കൊരു പാഠമാകട്ടെ. മനുഷ്യൻ ഒരു പ്രാവശ്യം ദൃഢനിശ്ചയം ചെയ്തു കഴിഞ്ഞാൽ അവൻ എല്ലാം സാധ്യമാകുമെന്ന്, അവൻ എന്ത് വേണമെങ്കിലും നേടിയെടുക്കാനാകുമെന്ന്. ടൈഗർ ചാങ്ങിനെ ജയിക്കുക എന്നത് അസംഭവ്യമല്ല, സംഭവ്യം തന്നെയാണ്. मोटू और पतलू की जोड़ी, मोटू और पतलू की जोड़ी,
ना दमड़ी ना कौड़ी, रे मोटू और पतलू की जोड़ी, ना धेला ना दमड़ी ना कौड़ी, रे मोटू और पतलू की जोड़ी, 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 मोटू और पतलू की जोड़ी। मोटू के पेट में भूख भरी है, टायर के जैसे भूख भरी है रे। पतलू तो मर जाए मूंगफली से, बच के निकल जाए पतली गली से। मोटू के पेट में भूख भरी है, टायर के जैसे भूख भरी है रे। मोटू पतलू, रे मोटू पतलू। Watch India's largest kids library only on Jio Hotstar. Download the app now.